അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ച് തീയിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് ഞാൻ കൊച്ചുള്ളിയും പടവലവും ഇട്ട് തീയിലാണ് വയ്ക്കാൻ പോണത്. അപ്പം ചെമ്മീൻ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണെടുത്ത് വെള്ളത്തിൽ ഇട്ട് കളഞ്ഞു. ചെമ്മീൻ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. അപ്പം ഗൈസ് ഞാൻ ചെമ്മീനിന് വേണ്ടി ചെമ്മീൻ ഇത്രയേ ഉള്ളൂ. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും ഇച്ചിരി പടവലങ്ങയുള്ളൂ, ഇത്രയും വെച്ച് ഉള്ളി, പടവലങ്ങ, പച്ചമുളക്, പിന്നെ ഒരു തക്കാളി അതെടുത്തില്ല ഞാൻ. ഈ തക്കാളിയും കൂടെ ഇട്ട് ഒരു കുഞ്ഞ് തീയൽ വയ്ക്കാൻ പോകണം. അപ്പം തീയലിനുള്ള അരപ്പ് ശരിയാക്കാം. അരപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, ജീരകം, കൊച്ചുള്ളി, വെളുത്തുള്ളി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ ഇരിക്കുന്ന തേങ്ങ ഞാനൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കും, എന്നിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അത് വറുത്ത് എടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം ഞാൻ ഈ കളറിലാണ് വറുത്ത് വെച്ചിട്ടുള്ളത് ഗൈസ്, ഗോൾഡൻ കളറിൽ. ഞാൻ നന്നായിട്ട് കരിച്ചെടുക്കത്തില്ല, ഇതേ കളറിലെടുക്കും. മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 തക്കാളി, പച്ചമുളക്, അതുപോലെ കൊച്ചുള്ളി, പടവലം. അപ്പം ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം ചട്ടി ചൂടായി ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ കൂട്ടെല്ലാം അതിലോട്ട് തട്ടാം. ചെമ്മീൻ തീയലിൻ്റെ കൂട്ടാണ്. പച്ചക്കറി, കൊച്ചുള്ളി, സവാള, പടവലം, 2 എരിവുള്ള പച്ചമുളക്. അപ്പോൾ ഇതവിടെ കിടന്ന് വേവിട്ട് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിച്ചു. അപ്പോൾ ഉപ്പെല്ലാം ഇട്ട് പച്ചമണം മാറി സവാളയൊക്കെ വെന്ത് തുടങ്ങി. പിന്നെ നമുക്കിതിലോട്ട് ചെമ്മീൻ പറിച്ചിടാം. ഇതേപോലത്തെ എണ്ണി വെച്ചിട്ടാണ് പോയത്, അവൾക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട്. ഈ ചെമ്മീൻ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതേ കൂട്ട് ചേർക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടാണ്, ഉപ്പല്ല പുളി ഇട്ടാണ് അരച്ചത്. ഒരു ഉള്ളിക്ക് ഒരു പിഞ്ച് പുളി ശകലം ഇട്ടിട്ടുണ്ട്. 2 തക്കാളി ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇച്ചിരി പുളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെമ്മീൻ തീയൽ ഇനി അതവിടെ നിന്ന് തിളയ്ക്കട്ടെ. നമുക്ക് ലാസ്റ്റ് കറിവേപ്പിലേക്ക് ഇട്ട് വാങ്ങി വയ്ക്കാം. എൻ്റെ ചെമ്മീൻ തീയൽ കൂട്ടാം. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. ആഹാ, കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. ഇത് ഞാൻ ഉപ്പൊന്നും നോക്കണില്ല. ഇനി നമുക്ക് അടുപ്പ് നിർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെമ്മീൻ തീയലും കൂട്ടി ഞാൻ ചോറ് കഴിക്കണം, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഞാൻ ഇത് അടച്ചു വെച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് എടുത്ത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ചെമ്മീൻ തീയലെടുത്ത് നല്ല ഉപ്പും പുളിയെല്ലാം പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇച്ചിരി ചോറെടുത്തിട്ടുണ്ട്. അതിലോട്ട് തീയൽ കുറച്ച് കോരി ഇങ്ങനെ വെച്ചു. ഞാനൊന്ന് കഴിക്കട്ടെ. ക്യാമറമാനെ കൊടുത്തില്ലെന്ന്. ക്യാമറമാനെ ഞാൻ ആ 3 ഉരുളേ കഴിച്ചിട്ടുള്ളൂ. ബാക്കി ക്യാമറമാനെ എൻ്റെ പിന്നമ്പുറത്ത് വേറെ ഒരാളും ഉണ്ടായിരുന്നു, അവർക്കാണ് കൊടുത്തത്. അപ്പോൾ അവരിന്നലെ ചട്ടിച്ചോറെല്ലാം മെയിനായിട്ട് നിന്നത്. അവർക്ക് പൊതിച്ചോറുണ്ടാക്കി വെച്ചിരിക്കുമായിരുന്നു ഗൈസ്. എന്നിട്ട് അവർക്ക് തന്നെ കൊടുത്തത് ഞാൻ കുറച്ച് ചെമ്മീനും ഒരു ഉള്ളിയും പടവലങ്ങയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഉരുട്ടത്തില്ല, ഇങ്ങനെ എടുത്ത്
ഇതെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കഴിക്കണം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണല്ല, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.